ഞങ്ങൾ പകുതി തമാശയായിട്ടും പകുതി കാര്യമായിട്ടും ഭാർഗവി നിലയമെന്ന് വിളിച്ചിരുന്ന ഒരു പഴയ ഒരു മാളിക, ഒരു മച്ച് വീട്ടിലായിരുന്നു അത്. ഹസൻ മെൻസിൽ എന്ന് പറഞ്ഞു, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പലരും, പഴയ അലുമിനി ആളുകളും അധ്യാപകരൊക്കെ പറഞ്ഞു. അവിടെ ആണ് സ്കൂൾ ഓഫ് ലിറ്ററേഴ്സും ജി ശങ്കരപ്പിള്ളയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്നത്. ജി ശങ്കരപ്പിള്ളയുടെ പെട്ടെന്നുള്ള മരണത്തെ തുടർന്ന് നരേന്ദ്രപ്രസാദ് സാർ അവിടെ ഡയറക്ടറായിട്ട് വന്നതിൻ്റെ കെയർ ഓഫിലവിടെ വിദ്യാർത്ഥിയായ ഒരാളാണ് ഞാൻ. ഒരുപക്ഷെ നരേന്ദ്രപ്രസാദ് അവിടെ വന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ അവിടെ വരികയോ അവിടെ എംഫിൽ ചെയ്യുകയോ ചെയ്യാനുള്ള യാതൊരു സാധ്യതയില്ലാത്ത വിധത്തിൽ പഠന കാര്യങ്ങളിൽ അച്ചടക്കമില്ലാത്ത ഒരു ഒരു കൗമാരക്കാരനായിരുന്നു ഞാനന്ന്. അപ്പോൾ നരേന്ദ്രപ്രസാദ് സാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഏതാണ്ടൊരു മകനോളം ചെറിയ അനിയനോളം വാത്സല്യവുമൊക്കെ ഉള്ളതുകൊണ്ട് സാറിനെ നിർബന്ധമായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ കൊണ്ടുവന്ന് അയാൾ പഠിപ്പിച്ചു എന്ന് തന്നെ പറയാം. അങ്ങനെയാണ് ഞാൻ സ്കൂൾ ഓഫ് ലിറ്ററേച്ചറിൽ ആദ്യ ബാച്ചിൽ വിദ്യാർത്ഥിയാകും. ഇത്രയും ആമുഖമായിട്ട് പറഞ്ഞതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ സംബന്ധിച്ചിടത്തോളം ഒട്ടും അക്കാഡമിക്കായി ആത്മവിശ്വാസമില്ലാത്ത ഒരാൾ, ഒട്ടും സർഗാത്മകമായ സർഗാത്മകമായിട്ട് ആത്മവിശ്വാസക്കുറവ്, സർഗാത്മകമായ ആശയക്കുഴപ്പങ്ങളിൽ പെട്ടിരുന്ന ഒരാളെ അതിൽ നിന്നെല്ലാം നിരന്തരം കൈപിടിച്ച് കയറ്റിയ ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് സാർ എന്നെ ഇവിടെ കൊണ്ടുവരുന്നത്. അല്ലാതെ എന്നെ എംഫിലിന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നില്ല. ആ പ്രക്രിയ എന്നെ എത്രത്തോളം സഹായിച്ചു എന്നുള്ളത്, ഒരു വ്യക്തി, ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്കും വ്യക്തി എന്നുള്ളത് എത്രത്തോളം സഹായിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഇവിടെ നിൽക്കുന്നത്. അതിനുശേഷം അവിടെ വിനയേന്ദ്രൻ, പി രവീന്ദ്രൻ, ഡോക്ടർ ഹാരിസ് തുടങ്ങിയ അധ്യാപകർ ഞങ്ങളുടെ പഠനത്തിൻ്റെ ഏതാണ്ട് കോഴ്സിൻ്റെ പകുതിക്ക് വെച്ചാണ് അവിടെ. അതിന് മുമ്പേ ഞങ്ങൾ അവർ ഗസ്റ്റ് അധ്യാപകരായിട്ട് പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവരെല്ലാം അധ്യാപകരും അടുത്ത സുഹൃത്തുക്കളുമായി മാറി. ഹാരിസ് എനിക്ക് അതിന് മുമ്പ് തന്നെ, ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ എൻ്റെ സുഹൃത്തായിരുന്നതുകൊണ്ട് ഹാരിസിനെ മാത്രം ഞാൻ സാറെന്ന് വിളിക്കില്ലായിരുന്നു. കാര്യം ഞങ്ങൾ വിദ്യാർത്ഥികളായി പരിചയപ്പെട്ടതാണ്. ഹാരിസ് PhD ചെയ്യുന്ന കാലത്ത്, തിരുവനന്തപുരത്ത് ചെയ്യുന്ന കാലത്ത് ഞാൻ അവിടെ BA വിദ്യാർത്ഥിയാണ്. വലിയ പ്രായ വ്യത്യാസമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അങ്ങനെ വിദ്യാർത്ഥികൾ നിലയ്ക്ക് പേര് വിളിച്ച് വളർന്നവരായതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ അപ്പോൾ എൻ്റെ അടുത്ത് പലരും ചോദിക്കുമായിരുന്നു എന്തുകൊണ്ട് ബാക്കിയുള്ളവരൊക്കെ സാറെന്ന് വിളിക്കും. അപ്പോൾ ഞാൻ ഒന്ന് മാറ്റി വിളിക്കാൻ പ്രയാസമാണ്. അങ്ങനെ ഒരു ബന്ധമായിരുന്നു. ഏതായാലും ഞാനിവിടെ നിന്ന് പോയി ഒരു തൊട്ട് 1-2 വർഷം കഴിഞ്ഞതിന് ശേഷം എന്നെ ഒരു തവണ കവിത ചൊല്ലാൻ ഈ ശങ്കരപ്പിള്ള ദിനത്തിന് ഒരു കവിയെ വിളിച്ചിട്ട് കവിത ചൊല്ലിപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്, അതിന് വിളിച്ചിട്ടുണ്ട്. അതല്ലാതെ അതിനുശേഷം ഇന്നേ വരെ കൊള്ളാവുന്ന ഒരു പരിപാടിക്ക്, ക്രിയേറ്റീവായ പരിപാടിക്കോ അക്കാഡമിക്കായ ഒരു പരിപാടിക്കോ എന്നെ ഈ ക്യാമ്പസിലേക്ക്, ഈ സ്ഥാപനത്തിലേക്ക് വിളിച്ചിട്ടേ ഇല്ല ആരും. ഇന്നാണ് ആദ്യമായിട്ട്. വിനേന്ദ്ര സാർ റിട്ടയർമെൻറ്റ് വേറൊരു ഫംഗ്ഷനാണ്, അതിനെ ഞാൻ അങ്ങനെ കൂട്ടൂല. അത് ഞാൻ വിളിച്ചില്ലെങ്കിൽ ചില വിനേന്ദ്ര സാർ വ്യക്തിപരമായിട്ട് വിളിച്ചാണ് ഞങ്ങൾ വള്ളംകളിയല്ല മറ്റേ വിനോദയാത്രയൊക്കെ പോവുകയും ചെയ്തു. ബാലേട്ടൻ്റെ പുസ്തകത്തിൻ്റെ പ്രകാശനത്തിന് വന്നത് അത് സ്കൂൾ ഓഫ് ലെറ്റേഴ്സിൻ്റെ പരിപാടിയായിട്ട് ഞാൻ കൂട്ടുന്നില്ല, വ്യക്തിപരമായിട്ടുള്ള പരിപാടികളാണ്. അത്തരം വിനോദ ആനന്ദങ്ങളിൽ വിളിച്ചിട്ടുണ്ട്, വിളിക്കാതെയും വന്നിട്ടുണ്ട് ഞാൻ. അല്ലാതെ ഞാൻ വന്ന് പങ്കെടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ഇവിടെ ഇതുവഴി പോകുമ്പോൾ ചില പരിപാടികൾ പങ്കെടുത്തിട്ടുണ്ട്. ശങ്കരപ്പിള്ള അനുസ്മരണത്തിന് അല്ലാതെ ഞാൻ വന്നിട്ടുണ്ട്. ഹാരിസ് ഒരു കാർഡ് എഴുതിയിടുക, അന്ന് കാർഡ് എഴുതിയിടുന്ന പരിപാടിയുണ്ട്, അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഒക്കെ ചെയ്യും, അങ്ങനെ വന്നിട്ടുണ്ട്. അല്ലാതെ എന്നെ ഒരു ഔദ്യോഗികമായിട്ടുള്ള പരിപാടിക്ക് എന്നെ വിളിച്ചിട്ടില്ല. അതിന് ഞാൻ കാണുന്ന കാരണം വേറെ വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും ദേഷ്യം കൊണ്ടൊന്നുമാണെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ അക്കാഡമിക്കായിട്ട് പ്രവണ ഒരാളല്ലായിരുന്നു, അക്കാഡമിക്കായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളല്ലായിരുന്നു. പിന്നെ ഞാനിങ്ങനെ ഇവിടെ അലഞ്ഞു കിടന്നിരുന്ന ഒരാളാണ്. ഞാനിങ്ങനെ സീരിയസ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളായിട്ട് എന്നെ ആരും കൺസിഡർ ചെയ്തിട്ടുണ്ടാവില്ല. അത് എൻ്റെ തന്നെ സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ സംഭവിച്ചായിരിക്കും. എന്തായാലും അങ്ങനെ ഉണ്ടായില്ല. അതുകൊണ്ടും കൂടെയാണ് എനിക്ക് സത്യത്തിൽ സുഖമില്ലായിരുന്നു. എന്നിട്ട് ഞാൻ തീരെ വയ്യായിരുന്നു. ഞാൻ വരാൻ തീരുമാനിച്ച കാര്യം വെച്ച് കഴിഞ്ഞാൽ എന്തായാലും പറഞ്ഞു ചോദിച്ചത് ഇതൊക്കെ പറയാനും കൂടെയാണ്. ഇത് പിന്നെ ഇവിടുത്തെ കാര്യം മാത്രമല്ല, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലാണ് ഞാൻ ഏറ്റവും പക്ഷേ ഇവിടുത്തെക്കാളും കൂടുതൽ ഇൻറ്റിമേറ്റ് ആയിട്ട് എൻ്റെ സ്വന്തം കോളേജെന്ന് ഞാൻ കരുതുന്ന യൂണിവേഴ്സിറ്റി കോളേജാണ്. ഞങ്ങൾ അതുവഴി റോഡിൽ കൂടെ പോകണ എല്ലാ കവികളെയും വിളിച്ച് കയറ്റി കവിത ചൊല്ലിക്കുമായിരുന്നു അവിടെ. ബാലചന്ദ്ര ചുള്ളിക്കാട്ടിൻ്റെ പല കവിതകളും ആദ്യമായിട്ടോ രണ്ടാമതോ ഒക്കെ ചൊല്ലിയിരുന്നത്, എഴുതി കഴിഞ്ഞാൽ ചൊല്ലിയിരുന്നത് താതവാക്യം ഒക്കെ രണ്ടാമത്തെ തവണ ചൊല്ലുന്ന യൂണിവേഴ്സിറ്റി കോളേജിലാണ്. തിരുവനന്തപുരത്ത് കക്കാട് പിന്നെ ക്യാൻസർ ചികിത്സയ്ക്ക് കീമോതെറാപ്പിക്ക് വരുമ്പോൾ കക്കാടിനെ വിളിച്ചുകൊണ്ട് കവിത ചൊല്ലിക്കുമായിരുന്നു. അവസാനം കക്കാട് 2-3 തവണയായപ്പോൾ കക്കാട് പറഞ്ഞ് വിനേന്ദ്രൻ്റെ അടുത്ത് പറഞ്ഞ് ആ കുട്ടികളോട് പറ എനിക്ക് തൊണ്ടയ്ക്ക് വയ്യ എന്ന് പറയാൻ പറ്റും.
അവൻ പറഞ്ഞ് ഇവിടെ അങ്ങർക്ക് തൊണ്ടയിൽ ക്യാൻസറാണ്, അങ്ങനെ കവിത എല്ലാം വിളിക്കരുത്, നിർബന്ധിക്കരുതെന്ന് പറഞ്ഞു. അത് അങ്ങനെ. പക്ഷെ ഞങ്ങളാരും അതിനെ ഞങ്ങളുടെ കവിതയൊക്കെ കുറവുകൊണ്ടും കൂടെ ആയിരിക്കും കേട്ടോ. എനിക്ക് യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ പരിസരത്തൊന്നും നമ്മളാരും കേട്ടാറില്ല. മൂത്രം ഒഴിക്കാൻ വല്ലതും കയറി ഒരു സിഗരറ്റ് കത്തിച്ച് അപ്പം സിഗരറ്റ് കളയാനും മുണ്ട് താഴ്ത്തിയിടാനും പറയുന്ന കുറച്ച് ഗുണ്ടകൾ അവിടെ ഉള്ളത്, ഈ യൂണിയൻ നേതാക്കളെന്ന് പറയുന്നത്. അതാണ് പല കോളേജുകളിലും അങ്ങനെയാണ്. നമ്മൾ അതിൻ്റെ അകത്തോട്ട് കയറിയാൽ പറയും നിങ്ങൾ സിഗരറ്റ് വലിക്കാൻ പാടില്ല, മുണ്ട് അഴിച്ചിടാനില്ല, മുണ്ട് മടത്തി കെട്ടാൻ പാടില്ല. ഇതിനേക്കാൾ ഡിസിപ്ലിൻ നടത്തുന്ന ഗുണ്ട നേതാക്കളുടെ കേന്ദ്രങ്ങളാണ് നമ്മുടെ ക്യാമ്പസുകളിൽ നിന്ന് ഞാൻ മനസ്സിലായി. ഞാൻ ജനറലൈസ് പറയണം, അല്ലാതെ നല്ല കുട്ടികളും നല്ല രാഷ്ട്രീയ ബോധമുള്ളവരൊക്കെ ഉണ്ടാവും, ഒറ്റയ്ക്കും തെറ്റയ്ക്കും. പക്ഷെ പൊതുവേ സംഘടനാ രാഷ്ട്രീയവും അക്കാഡമിക് രാഷ്ട്രീയവും ഇങ്ങനെയാണ് പോണത്. ഈ മറ്റെന്തോ ഒരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു. അത് സ്കൂൾ ഓഫ് ലിറ്ററേഴ്സിൽ ഇപ്പം എൻ്റെ അധ്യാപകരിൽ അവസാനത്തെ ഇവിടെ ഏറ്റവും കൂടുതൽ റിട്ടയറായത് കൃഷ്ണമാഷാണ്. അദ്ദേഹം കഴിഞ്ഞൊരു 3 കൊല്ലം അല്ലേ, 2.5 വർഷമായി. അതിനുശേഷമുള്ള അധ്യാപകരിൽ എനിക്ക് അജുവിനെയാണ് പേഴ്സണലി അറിയാവുന്നത്, വേറെ ആരും. അപ്പം ഒരുപക്ഷെ നിങ്ങൾ അധ്യാപകരോട് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ എന്തുകൊണ്ടാണ് ഈ ക്രിയേറ്റീവായിട്ടുള്ള കാര്യത്തെക്കുറിച്ച് ഇത്തരം കംപ്ലൈൻറ്റുകൾ പണ്ട് പഠിച്ച ആളുകളിൽ നിന്ന് എഴുത്തുകാരെന്നൊക്കെ വരുന്നുണ്ടോ നിങ്ങൾ ചർച്ച ചെയ്യണം. അതിന് വിദ്യാർത്ഥികളോട് അത് ചോദിക്കാനുള്ളത്. അതിനുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇത് വലിയ സർഗാത്മകതയുടെ കേന്ദ്രമായിട്ടാണ് രൂപകൽപ്പന ചെയ്യപ്പെട്ട ഒരു സ്ഥാപനമാണ് സ്കൂൾ ഓഫ് ലിറ്ററേച്ചർ. സർവതന്ത്ര സ്വതന്ത്രമായ ഒരു സാഹിത്യ പഠന കേന്ദ്രമായിട്ടാണിത്. അനന്തമൂർത്തിയുടെ കാലത്ത് അനന്തമൂർത്തിയുടെ ഈ ശങ്കരപ്പിള്ളയും പോലത്തെ വളരെ ഭാവനാശാലികളും ഒരർത്ഥത്തിൽ കാൽപ്പനികരും ഒക്കെ ആയിട്ടായിരുന്ന ഗാന്ധിയന്മാരും പ്രത്യേകതരം സവിശേഷമായ രാഷ്ട്രീയ ബോധം ഒക്കെ ഉണ്ടായിരുന്ന ആളുകളുടെ ഭാവനയിൽ കൂടെ ഉണ്ടായൊരു സ്ഥാപനമാണ്. ആ സ്ഥാപനം വാസ്തവത്തിൽ പ്രത്യേകിച്ച് MA മാത്രമായതോടുകൂടി തന്നെ അതിൻ്റെ പകുതി ജീവൻ പോയെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ നാച്ചുറലി MA എന്ന് പറയുന്നത് അത്ര മോശം താഴെയുള്ള കോഴ്സൊന്നുമില്ല. MA തന്നെ ക്രിയേറ്റീവ് ആക്കാം. ഞങ്ങളാരും ക്ലാസ്സിൽ ഇരുന്നല്ല പഠിച്ചത്, പക്ഷേ അറിയാതൊക്കെ പലപ്പോഴും ക്ലാസ്സിന് പുറത്തായിരുന്നു ഞങ്ങളുടെ വിദ്യാഭ്യാസം കൂടുതൽ നടന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഉണ്ടോ എന്നുള്ളതാണ് ഉണ്ടോ ഇല്ലെന്നുള്ളത് നിങ്ങൾ ഡിബേറ്റ് ചെയ്യേണ്ട വിഷയമാണ്. ഇപ്പോഴും അതൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതും കൂടെ പറയാനാണ് ഇത്രയും പറഞ്ഞത്. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഞാനത് വിഷയം എന്ന് പറഞ്ഞാൽ ഞാനൊരു നേരത്തെ പറഞ്ഞില്ല, അക്കാഡമിക് ആയിട്ടുള്ള ഒരാളല്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞ വിഷയം എന്ന് പറയുന്നത് അത് തന്നെയാണ് സംസാരിക്കുന്നത്. പക്ഷെ അതിങ്ങനെ ചെതറിയായിരിക്കും പറയുന്നത്. അതായത് ഒരു കവിത ഒരു ഭാഷാമാധ്യമം, ഭാഷാ കലയാണെന്നുള്ളതാണ് എൻ്റെ കവിത എഴുത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള എൻ്റെ കവിത വായനയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ദീർഘകാലമായിട്ടുള്ള എൻ്റെ ഒരു ശക്തമായ തോന്നലിനെ പറയുള്ളൂ, വിശ്വാസം എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൂടാ. അപ്പോൾ ആ തോന്നൽ എന്നെ അട്ടിമറിച്ചുകൊണ്ട് ഉള്ളടക്കത്തിന് വലിയ പ്രാധാന്യമുള്ള, അല്ലെങ്കിൽ ഉള്ളടക്കം തന്നെ ഈ ഭാഷാകലയെ കയ്യേറുന്ന രീതിയിലുള്ള കവിതകൾ എനിക്ക് കഴിഞ്ഞ 4-5 വർഷം കൊണ്ട് എഴുതേണ്ടി വന്നിട്ടുണ്ട്. ഒരുപക്ഷെ കുറച്ചുകൂടെ വർഷങ്ങൾക്ക് മുമ്പായിരുന്നെങ്കിൽ ഞാൻ തന്നെ അത് ലൗഡറാണെന്നും അത്തരം പ്രത്യക്ഷമായ ഉള്ളടക്കങ്ങൾ കവിതയുടെ ശക്തിയെ കെടുത്തുമെന്നും ഒക്കെ വാദിക്കുന്ന ഒരാൾ തന്നെയാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷെ അങ്ങനത്തെ ഞാൻ തന്നെ എന്നെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അത്തരം ഈ പ്രത്യേകിച്ച് രാഷ്ട്രീയ ഉള്ളടക്കങ്ങൾ നീറിപ്പോകുന്ന തരം കവിതകൾ എഴുതുന്ന ഒരു ഘട്ടത്തിലേക്ക് ഞാൻ കടന്നു. ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല കേട്ടോ, അറിഞ്ഞുകൊണ്ട് ചെയ്തത് തെറ്റല്ലത്. അപ്പോൾ ഞാൻ വല്ലതും പറയാറുള്ളത് എന്നെ ഈ കവിതകളൊക്കെ എഴുതിച്ചത് നരേന്ദ്രമോദിയും മറ്റേ അമിത് ഷായും കൂടെ ആണെന്നാണ് ഞാൻ തമാശയ്ക്ക് പറയാറുള്ളത്. തമാശക്കല്ല, സീരിയസ് ആയിട്ട് തന്നെയാണ് എപ്പോഴും കാണുന്നത്. ഏതായാലും അപ്പോൾ അതാണ് ഞാൻ പബ്ലിക് ആർട്ട് എന്ന് വിളിക്കുന്നത്. കവിതയിലൊരു പബ്ലിക് ആർട്ട് സാധ്യമാണെന്നുള്ള കാര്യത്തിൽ വലിയ സംശയം എനിക്കുണ്ടായിരുന്നു. അതിൻ്റെ കാരണം പ്രത്യേകിച്ച് കേരളത്തിൽ ജീവിച്ചുകൊണ്ടാണ്. ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയാണ് കേരളത്തിലെ ഏതൊരു സർഗാത്മക കല. കാര്യം ഇവിടെ ജീവൻ സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ കാലം മുതൽ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ എന്തിനും ഈ സാമൂഹിക ജീവിതത്തെക്കുറിച്ച് പറഞ്ഞാൽ മാത്രമേ സാഹിത്യത്തെക്കുറിച്ചുള്ള എല്ലാ വർത്താനവും സാമൂഹിക നന്മ, പുരോഗമന സാഹിത്യം തുടങ്ങിയ വിഷയങ്ങളിലേക്ക് തൊടുത്തിക്കൊണ്ട് കിട്ടും. അല്ലാതെ എസ്തറ്റിക്സ് അല്ലെങ്കിൽ സൗന്ദര്യശാസ്ത്രം പോലത്തെ വിഷയങ്ങളെക്കുറിച്ചുള്ള വിശദമായ പഠനങ്ങൾക്കും ചിന്തകൾക്കും ഡിബേറ്റുകൾക്കുമുള്ള സ്ഥലം വളരെ കുറച്ച് മാത്രം. ഒരുപക്ഷെ സ്കൂൾ ഓഫ് ലിറ്ററേച്ചറൊക്കെ ഉണ്ടാകുന്ന പശ്ചാത്തലം പോലും അങ്ങനെയാണെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അതുകൊണ്ടുകൂടെ ആയിരിക്കണം ഞങ്ങളുടെയൊക്കെ ചെറുപ്പം മുതൽ എൻ്റെ BA വിദ്യാഭ്യാസ കാലത്ത് ഏറ്റവും കൂടുതൽ വഴക്കടിച്ചിട്ടുള്ളത് പി ഗോവിന്ദപിള്ളയെ പോലത്തെ ആളുകളുമായിട്ടാണ്. തിരുവനന്തപുരത്ത് ചില മീറ്റിങ്ങുകൾക്ക് പുരോഗമന കലാസാഹിത്യ മീറ്റിങ്ങിനൊക്കെ പോയിട്ട് നിങ്ങൾ ഈ മറ്റേ സാമൂഹിക മാറ്റത്തിൻ്റെ ഉപകരണമാണെന്നൊക്കെ പ്രസംഗിക്കുന്നത് ശരിയല്ലെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആ പ്രായത്തെ അങ്ങനെയുള്ള ഒരാളായിരിക്കെ ഞാൻ ഇപ്പോഴും അതേ നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ. പക്ഷേ ഒരു പുതിയ തരം
പ്രോളിറ്റേറിയറ്റ് ആർട്ട് ഉണ്ടാവുക, അല്ലെങ്കിൽ പബ്ലിക് ആർട്ട് ഉണ്ടാവുക, കണ്ടംപററി ആർട്ട് എന്ന് പറഞ്ഞ സംഗതി ഉണ്ടാവുക. അത് ഒരുപക്ഷെ പലതരം ദൃശ്യകലകളുടെ വലിയ വളർച്ചയിൽ നിന്നും നമ്മുടെ ഇൻ്റർനെറ്റ് പോലത്തെ മാധ്യമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള പുതിയ ലോക സംസ്കാരത്തിൽ നിന്നും നവലിബറലിസം പോലത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉണ്ടാക്കിയ വലിയ പുതിയ തരം റിബല്യൻ മാനസികാവസ്ഥയിൽ നിന്നൊക്കെയാണ് വാസ്തവത്തിൽ നമ്മൾ ഈ ഒരു പുതിയ തരം ഒരു പബ്ലിക് ആർട്ടിനെ കുറിച്ച്, അതായത് പഴയ പുരോഗമന സാഹിത്യം അല്ലെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ പുതിയ തരം ഏറ്റവും പുതിയ ഒരു പബ്ലിക് ആർട്ട്, ഞാൻ അതിൻ്റെ രാഷ്ട്രീയ ഉള്ളടക്കത്തെ പബ്ലിക് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. കവിതയിൽ ഒരു പബ്ലിക് ആർട്ടിലേക്ക് കടക്കേണ്ട ഒരു ഗതികേടിലേക്ക്, കാര്യം എല്ലാ കാലത്തും പബ്ലിക് ആർട്ട് ആയിരിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ നശിച്ചു പോകണം. അതായത് ചിലതരം ജൈവ വസ്തുക്കൾ ചില പ്രത്യേക കാലാവസ്ഥ വെച്ചാൽ ചീയും എന്ന് പറയും. എന്ന് പറയുന്നില്ല, കവിതയൊക്കെ പതിവായി നമ്മൾ പബ്ലിക് ആർട്ട് ആക്കിക്കഴിഞ്ഞാൽ ചീഞ്ഞു പോകുന്നത്. അതിൻ്റെ ചില സാഹചര്യങ്ങൾ സ്വാഭാവികമായിട്ട് അത് പബ്ലിക് ആർട്ടിൻ്റേതായ ജീവൻ അത് പ്രകടിപ്പിക്കുമ്പോൾ മാത്രമാണ് അത് ജൈവമാവുന്നത്. ഇപ്പം അതുപോലെ തന്നെ പബ്ലിക് ആർട്ടിൻ്റെ വലിയൊരു പരിമിതി എന്ന് പറയുന്നത് അതൊരു പ്രത്യേക ടർബുലൻ്റായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയെക്കുറിച്ച്, ഒരു രാഷ്ട്രീയ ചരിത്രത്തെക്കുറിച്ച്, ഒരു രാഷ്ട്രീയ സന്ദർഭത്തെക്കുറിച്ചൊക്കെ സംസാരിച്ച് തുടങ്ങുകയും വലിയ ശ്രദ്ധ ആ ഉള്ളടക്കത്തിന് വരികയും ചെയ്തു കഴിഞ്ഞാൽ ആ ഉള്ളടക്കമായിട്ട് ബന്ധപ്പെട്ട പരിസരങ്ങളിൽ ജീവിക്കുന്ന എഴുത്തുകാർ ആ ട്രാപ്പിൽ കുടുങ്ങുകയാണ് ചെയ്യുന്നത്. പിന്നെ അവർ നിശ്ചയിക്കുന്നത് ഈ ഒരു ഉള്ളടക്കം മാത്രമാണ്. നിങ്ങളൊക്കെ അവിടുത്തെ ആവശ്യപ്പെടുന്നത് എന്താ ആ ഉള്ളടക്കം നിങ്ങൾ എഴുതാത്തത് ചോദിക്കാൻ തുടങ്ങും. ഏറ്റവും നല്ല ഉദാഹരണം പലസ്തീനിയൻ എഴുത്തുകാർ തന്നെയാണ്, അല്ലെങ്കിൽ പ്രവാസി എഴുത്തുകാർ തന്നെയാണ്. ഇപ്പം മുഹമ്മദ് ദർവിഷ് ഒരു റൊമാൻറ്റിക് കവിത എഴുതിയാൽ പറഞ്ഞാൽ തന്നെ മുഹമ്മദ് ദർവിഷിൻ്റെ അടുത്ത് നിങ്ങളിതാണോ എഴുതേണ്ടത് ചോദിക്കുന്നത്. അതായത് മുഹമ്മദ് ദർവിഷിൻ്റെയും അല്ലെങ്കിൽ ഏതൊരു പലസ്തീനിയൻ കവിയുടെയും ഉള്ളടക്കത്തെ തീരുമാനിക്കുന്നത് ലോകത്തിൻ്റെ മാനവികത എന്ന് വിളിക്കുന്ന വൃത്തികെട്ട ഹിപ്പോക്രാറ്റിക്കായിട്ട്, ഇപ്പോഴത്തെ മാനവികത നമുക്കറിയാമല്ലോ, ഏറ്റവും ഹിപ്പോക്രാറ്റിക്കായിട്ടുള്ള മാനവികതയാണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആ മാനവികത ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, നിങ്ങളെന്താ അത് എഴുതാത്തതെന്ന് ചോദിക്കുന്നത്. അങ്ങനെ ചോദ്യം വരുമ്പോൾ ഒരു പലസ്തീൻ റൈറ്റർ എന്ത് മറുപടിയാണ് പറയേണ്ടത് ഈ ഉള്ളടക്കം ചീഞ്ഞു തുടങ്ങുമ്പോൾ? സക്കറിയ മുഹമ്മദ് എന്ന് പറയുന്ന പലസ്തീനിയൻ കവി ഒരുപക്ഷെ ദർവിഷിൻ്റെ ജനറേഷന് ശേഷമുള്ള പ്രധാനപ്പെട്ട ഒരു കവിയാണ് സക്കറിയ മുഹമ്മദ്. സക്കറിയ മുഹമ്മദ് ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, സക്കറിയ മുഹമ്മദ് ഇൻ്റർവ്യൂവിനൊരു പശ്ചാത്തലമുണ്ട്. ഓസ്ലോ കരാറിന് ശേഷം ഈ വെസ്റ്റ് ബാങ്കിൽ കുറേ സ്ഥലം പലസ്തീനികൾക്ക് പിച്ചയായിട്ട് കൊടുത്തല്ലോ. സ്വന്തം സ്ഥലമേ, നമ്മുടെ വീടിരിക്കുന്ന സ്ഥലം നമുക്ക് പിച്ചയായിട്ട് തിരിച്ച് കിട്ടുക. നമ്മളെ വീട്ടിലല്ല കിട്ടുന്നത്, കുറച്ചപ്പുറത്ത് ഒരു സ്ഥലം കിട്ടുകയാണ്. അപ്പോൾ ഈ പിച്ചാക്കാശ് കൊടുക്കുന്ന കാലത്ത് കുറച്ച് പേരൊക്കെ പോയി തിരിച്ച് ഒരു കാറും കൊടുക്കുമെന്ന് തോന്നുന്നു. സക്കറിയ മുഹമ്മദ് എഴുതിയിട്ടുണ്ട് അതിനെക്കുറിച്ച്. ഒരു കാറ് കൊടുക്കും. നമ്മൾ മറ്റേ വാക്സട്ടമിക്ക് പോകുമ്പോഴത്തേക്കും മറ്റേ ബക്കറ്റ് കൊടുക്കുന്ന പോലെയാണ്. തിരിച്ച് പ്രവാസം തിരിച്ച് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാറ് കിട്ടും, പിന്നെ നിങ്ങൾക്ക് ഒരു വീട് കിട്ടും, കുറച്ച് പറമ്പും കിട്ടും. അപ്പോൾ സക്കറിയ മുഹമ്മദ് സ്വീകരിച്ച ഒരാളാണ്. പക്ഷേ അതിൽ ചില വിമർശനങ്ങളൊക്കെ നേരിടേണ്ടി. പക്ഷേ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ചോയ്സാണ്, അത്രയേ ഉള്ളൂ. ഞാൻ അതിൻ്റെ പേരിൽ ആരുടെ അടിമയൊന്നും ആവുന്നില്ലല്ലോ. ഞാൻ വെസ്റ്റ് ബാങ്കിൽ വരേണ്ട ഒരു സ്ഥലത്താണ്. അപ്പം എൻ്റെ അടുത്ത് പല സുഹൃത്തുക്കളും വേറെ ചോദ്യം ചോദിച്ചു. ഇയാൾ ചെറിയ സ്കൾപ്റ്ററും കൂടെയാണ്, ഇയാൾ വിഷ്വൽ ആർട്ടിസ്റ്റും കൂടെയാണ്. സക്കറിയ നിങ്ങൾ അവിടെ പോയിട്ട് അത്രയും ഡ്രൈ ആയ സ്ഥലത്ത് പോയിട്ട് താമസിക്കുന്ന, അങ്ങനെ ഭൂമിയിലെ എല്ലാ സ്ഥലവും ഒരുപോലെ തന്നെയാണ്. അങ്ങനെ ഡ്രൈ അവിടെ കാണും, ജീവികളൊക്കെ കാണും, പക്ഷികളും ചെടികളും കല്ലുകളും ഒക്കെ കാണും, കുഴപ്പമില്ല. സക്കറിയ മുഹമ്മദ് അവിടെ താമസമാക്കി. വെസ്റ്റ് ബാങ്കിൽ ഒരു സ്ഥലത്തിൻ്റെ പേരൊക്കെ ഞാൻ മറന്നു, ഞാൻ ഒരുപാട് കാലം വായിച്ചതാണിത് ഇൻ്റർവ്യൂ. അപ്പോൾ ആ സ്ഥലത്ത് ചെറിയ കല്ലുകളൊക്കെയുള്ള സ്ഥലമാണ്, ഒരു ഡ്രൈ ലാൻഡാണ്. അവിടുന്ന് ചെറിയ കല്ലുകളിൽ ശില്പം കൊത്തുമായിരുന്നു. അത് വലിയ പൊളിറ്റിക്കൽ ഔഡർ മീനിങ് എന്നുള്ള ശില്പങ്ങളൊന്നുമല്ല, സാധാരണ സൗന്ദര്യം, ചെറിയ ചന്തങ്ങൾ, എഴുത്തും ഏതാണ്ട് കശിവാളുടെ അവിടുത്തെ ചെറിയ വല്ലപ്പോഴും കാണുന്ന ചില പക്ഷികൾ, രാവിലെ കാണുന്ന ചില പക്ഷികളെക്കുറിച്ച്, ചില പ്രാണികളെക്കുറിച്ചൊക്കെ ഉള്ള കവിതകളൊക്കെ. അപ്പോൾ പലരും ചോദിച്ചു, നിങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഇതാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, അതേ നിങ്ങളൊക്കെ കൂടെ ഞാൻ എന്തെങ്കിലും തീരുമാനിക്കുന്ന കാലം ഞാൻ നിർത്തിച്ചു. ഞാൻ എന്തെന്നുള്ളത് ഇനി ഞാൻ തീരുമാനിക്കും. എനിക്ക് നിങ്ങളെ ലോകത്തിൻ്റെ മറ്റു ഭാഗത്തുള്ള എല്ലാ എഴുത്തുകാരെയും പോലെ തന്നെ, എല്ലാ മനുഷ്യരെയും പോലെ തന്നെ ഞങ്ങൾക്ക് ഭംഗി, പ്രേമം, കാമം, വസ്തുക്കളോടുള്ള ഇഷ്ടം, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇല്ലേ. നിങ്ങളെ പോലെ ഞങ്ങൾക്കും അതൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ അതാണ് എഴുതുന്നത്, എൻ്റെ ചോയ്സാണ്. ഇതായിരുന്നു സക്കറിയ മുഹമ്മദിൻ്റെ മറുപടി. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു നൈതികമായ ഒരു ചോദ്യവും മറുപടി ഇതിൻ്റെ അകത്തുണ്ട്. നമ്മൾ ബാക്കി ലോകമാണ് അവരെന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നുള്ള സ്ഥലത്തെത്തുകയാണ്. പബ്ലിക് ആർട്ടിൻ്റെ കുഴപ്പത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത്.
അപ്പോൾ കുറച്ച് കഴിയുമ്പം ഈ പബ്ലിക് ആർട്ട് നമുക്ക് ഈ പറഞ്ഞ് ചീഞ്ഞ് തുടങ്ങും എന്നുള്ള വിചാരത്തിലാണ് ഞാൻ എൻ്റെ പബ്ലിക് ആർട്ടിനെ പോലും സംശയത്തോടെ കാണുന്നതെന്ന് പറയാൻ ഇത്രയും പറഞ്ഞത്. മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഈ വിഷയത്തിൽ അല്പം മാറിയിട്ടാണെങ്കിൽ പോലും ഈ പലസ്തീൻ്റെ ഈ വിഷയം കുറച്ചുകൂടെ സംസാരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഈ നാട്ടിലെല്ലാവരും ഈ കേരളം പോലത്തെ സ്ഥലത്തിരുന്നുകൊണ്ടുണ്ടല്ലോ ഇപ്പോഴും പറയുന്നത് ഹമാസ് ഒരു കൊച്ചു സംഘടനയാണ്, ഒരു കൊച്ചു ഒരു പിന്നെ വളരെ ചെറിയ ഒരു എക്സ്ട്രീമിസ്റ്റ് സ്വഭാവമുള്ള ചെറിയൊരു സംഘടനയായിട്ട് ഉണ്ടായതാണ്. അതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചൊക്കെയുള്ള സാധനങ്ങൾ വാസ്തവത്തിൽ അവൈലബിൾ ആണ് ഇൻ്റർനെറ്റിൽ. വലിയ അൽഖ്വയ്ദ പോലത്തെ അല്ലെങ്കിൽ വലിയ വലിയ നാരേറ്റീവ്സ്, ഈ പാൻ ഇസ്ലാമിസ്റ്റ് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വലിയ നാരേറ്റീവുകൾ, ഞാൻ ഇത് പറയുന്നതുകൊണ്ടാണ് ആൾ എണീറ്റ് പോണത്. ഇസ്രായേലിലെ നഴ്സുമാരുടെ കാര്യം മാത്രമേ പറയാവുന്നതാണ് ഇപ്പോൾ കേരളത്തിൻ്റെ രീതി. അതുകൊണ്ടാണ് ഞാൻ അത് കുറിച്ച് ആലോചിക്കുന്നത്. ഇസ്രായേലിൽ വീട്ടു ജോലിക്ക് പോയ നഴ്സുമാരുടെ പ്രശ്നമുണ്ട്. അത് നമ്മൾ വളരെ പ്രധാനമാണ്. കേരളത്തിൽ നിന്ന് പോയ ആളിലാണ്. 24 ചാനലിൽ അവർ ഓരോരുത്തർ റിപ്പോർട്ടൊക്കെ വരും. അതുകൊണ്ട് അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ പറയണം, അപ്പോൾ അത് നിർത്താം. അപ്പോൾ ഈ പിന്നെ ആയിട്ട് ബന്ധപ്പെട്ട ആളുകളും പറയുന്നത് ഈ പിന്നെ പലസ്തീനിയൻ കോസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏത് തരം ജസ്റ്ററും ഇന്ത്യൻ ദേശീയതയ്ക്കെതിരാണെന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥ നമ്മൾ ആലോചിക്കണം. അതുകൊണ്ടാണ് ഈ രാഷ്ട്രീയ കാലാവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ടാണ് എന്നെപ്പോലത്തെ ഒരർത്ഥത്തിൽ വേണമെങ്കിൽ ഇപ്പം കൃഷ്ണ പോലെയൊക്കെയുള്ള സൈദ്ധാന്തികർ ശുദ്ധകലാവാദി എന്ന് വിളിക്കാവുന്ന ലിംഗ്വിസ്റ്റിക് പോയട്രി, കവിത ഒരു ലിംഗ്വിസ്റ്റിക് മാധ്യമമാണെന്ന് പൂർണ്ണമായും വാശി പിടിച്ചുകൊണ്ട് ജീവിക്കുകയും അങ്ങനെ തന്നെ എഴുതുകയും ചെയ്യുന്ന ഒരാൾ വളരെ നിലവിളിക്കുന്ന പോലത്തെ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാഷ പറഞ്ഞാൽ ക്ലോത്ത് നോക്കി കാണിക്കാന്ന് പറയാം, അത്രത്തോളം പരിഹാസജനകമൊക്കെ ആയിട്ടുള്ള തരം ഒരു ടഫ് റൈറ്റിങ്ങിലേക്ക് പോകേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ എൻ്റെ ഈ പറഞ്ഞ രണ്ട് എക്സ്ട്രീമുള്ള ഓരോ കവിത വായിക്കാം. നിങ്ങൾ സാഹിത്യ വിദ്യാർത്ഥികളാണ്, നിങ്ങൾക്ക് അത് ആ നിലയ്ക്ക് അത് മനസ്സിലാവുന്നുണ്ട്. ഒന്ന്, ഇനി പറയുന്നത് വളരെ ലിംഗ്വിസ്റ്റിക്കായിട്ടുള്ള എന്ന് ഞാൻ ധരിക്കുന്ന ഒരു കവിതയാണ്. അത് ഒരുപക്ഷെ ഒരു കേൾവിയിലൊന്നും അത് മുഴുവൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോലെ, നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് പിന്നെ അത് വായിക്കാം. എൻ്റെ രണ്ടാമത്തെ പുസ്തകത്തിലുള്ള കവിതയാണ്. പള്ളിപ്പുറം വണ്ടി ആപ്പീസ്. ഇത് പിന്നെ പാട്ടാമ്പിക്കടുത്തുള്ള പള്ളിപ്പുറം ഒരു തീവണ്ടി ആപ്പീസിനെ കുറിച്ച് എഴുതിയൊരു കവിതയാണ്. കൊച്ചൊരു തീവണ്ടി ആപ്പീസ്. പഴയ ഈ ഒരു കൊളോണിയൽ കാലത്തുണ്ടായ ഒരു കെട്ടിടവും വിളക്കുകാലും ഒക്കെ ഇത്രയും ഇത് അടുത്ത കാലം വരെ, ഇപ്പോൾ അത് മുഴുവൻ പോയെന്ന് തോന്നുന്നു. വിളക്കുകാർ കുറച്ച് നാൾ മുമ്പ് വരെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു റിമോട്ടായൊരു തീവണ്ടി ആപ്പീസാണ്. അവിടെ ഒരു ഭാരതപ്പുഴയും തൂതപ്പുഴയും കൂടെ ചെന്ന് ചേരുന്ന സ്ഥലമാണ്. രണ്ട് പുഴകൾ സമാന്തരമായി ഒഴുകി ഒന്നിച്ച് ചെന്ന് ചേരുന്നത് ഈ പള്ളിപ്പുറം റെയിൽവേ സ്റ്റേഷൻ തൊട്ടപ്പുറത്താണ്. അത് പള്ളിപ്പുറത്ത് തന്നെയുള്ള കുന്നിൻ്റെ മുകളിൽ നിന്നാൽ ഇത് കാണാം. കൂടല്ലൂർ, അതാണ്. അവിടെ നിന്ന് കഴിഞ്ഞാൽ കൂടല്ലൂർ കാണാം. അപ്പുറത്ത് മങ്കേരിക്കുന്ന് നിന്ന് കഴിഞ്ഞാൽ ഇങ്ങോട്ടും കാണാം. അങ്ങനെ വളരെ സിനിമാറ്റിക് ആയിട്ടുള്ള കേരളത്തിൻ്റെ മാത്രമല്ല ഇടശ്ശേരി പേരാറ്റ് നീരായ ചെമ്പിച്ച പൈക്കളെ ധാരാളം അട്ടിത്തെളിച്ച് കൊണ്ടുവന്നത് എത്തി കിഴക്കൻ മലകട നിന്നതിൽ ഇത്തീരഭൂവിൽ കറുത്ത ചെട്ടിച്ചുകൾ എന്നുള്ള വളരെ പനോരമിക്കായ ഭാരതപ്പുഴയുടെ തമിഴ്നാട്ടിൽ നിന്നുള്ള വരവ്, അല്ലെങ്കിൽ തമിഴക സംസ്കാരത്തിൽ നിന്ന് ചോള സംസ്കാരത്തിൽ നിന്ന് നമ്മുടെ ചേര സംസ്കാരത്തിലേക്കുള്ള മുഴുവൻ വരവുകളും ഒരുപക്ഷെ നമ്മുടെ ലോക്കലായ സിൽക്ക് റൂട്ട്, ഒരു കൗണ്ടർ സിൽക്ക് റൂട്ട്, തെക്കേ ഇന്ത്യയിലെ ദ്രാവിഡ കേരളത്തിലെ ഒരു നമ്മൾ ദേശീയ നിലപാടിനെതിരെ സംസാരിച്ചതിൻ്റെ സാധനമാണ്. ദൂരമഴിഞ്ഞ രണ്ടെല്ലല്ലോ തൂത നിളയും അതിന്മീതെ കൂകി നിർത്താതിരമ്പിപ്പോയി തെക്കുവടക്ക് തീ വണ്ടത്താൻ ഞെട്ടിച്ചുരുണ്ട അട്ടയാപ്പീസ്. ദൂരമഴിഞ്ഞ രണ്ടെല്ലല്ലോ തൂത നിളയും അതിന്മീതെ കൂകി നിർത്താതിരമ്പിപ്പോയി തെക്കുവടക്കു തീ വണ്ടത്താൻ ഞെട്ടിച്ചുരുണ്ട അട്ടയാപ്പീസ്. നേർച്ച കഴിഞ്ഞു തൻ മെല്ലിച്ച പൈക്കളെ ധാരാളമാട്ടിക്കൊണ്ട് എത്തി ബ്രേക്കിട്ടു വല്ലപ്പോഴും പട്ടാമ്പിയിൽ നിന്ന് ചെട്ടിച്ചി ചാടിയണീറ്റാപ്പീസ് എടുത്തു. നേർച്ച കഴിഞ്ഞ് തൻ മെല്ലിച്ച പൈക്കളെ ധാരാളമാട്ടിക്കൊണ്ട് എത്തി ബ്രേക്കിട്ടു വല്ലപ്പോഴും പട്ടാമ്പിയിൽ നിന്നു ചെട്ടിച്ചി ചാടിയണീറ്റാപ്പീസ് എടുത്തു. ഇംഗ്ലീഷ് വിളക്കുകാൽ പണ്ടത്തെ പുങ്ക് ചൊറിഞ്ഞു തുരുമ്പിച്ച്
പേരാലു പൊന്തിയ മറ്റേക്കാൽ മന്ദിനെ നോക്കി കൊതിവിട്ടു. നാരായണത്തെ പ്രാന്തൻ്റെ മലയും അതിന് തൊട്ടടുത്താണ് കേട്ടോ. അതാണ് ഇവിടുത്തെ റെഫറൻസ്. പള്ളിപ്പുറം പ്രാന്തനാപ്പീസ്, ഇംഗ്ലീഷ് വിളക്കുകാൽ പണ്ടത്തെ പുങ്ക് ചൊറിഞ്ഞു തുരുമ്പിച്ച് പേരാലു പൊന്തിയ മറ്റേക്കാൽ മന്ദിനെ നോക്കി കൊതിവിട്ടു. പള്ളിപ്പുറം പ്രാന്തനാപ്പീസ്, നീന്തി വരും ഇരുൾ പാളത്തിൻ ചന്തിക്കടിച്ചു പരത്തിയിട്ടോ അന്തിപ്പെരുങ്കൊല്ലനുണ്ടാക്കി ചുള്ളനിരുട്ടിൻ്റെ പാടങ്ങൾ. പള്ളിപ്പുറം കുണ്ടനാപ്പീസ്, നീന്തി വരും ഇരുൾ പാളത്തിൻ ചന്തിക്കടിച്ചു പരത്തിയിട്ടോ അന്തിപ്പെരുങ്കൊല്ലനുണ്ടാക്കി ചുള്ളനിരുട്ടിൻ്റെ പാടങ്ങൾ. പള്ളിപ്പുറം കുണ്ടനാപ്പീസ്, കുണ്ടൻ നിലാവിൻ്റെ കുന്നായി കുണ്ടൻ നിലാവിൻ്റെ കുണ്ടായി നീളുന്നു പള്ളിപ്പുറമ്പോക്ക് നീണ്ടു നിവർന്ന് പുല്ലിംഗം പോൽ. പാതിരാ ഗന്ധർവനാപ്പീസ്, കുണ്ടൻ നിലാവിൻ്റെ കുന്നായി കുണ്ടൻ നിലാവിൻ്റെ കുണ്ടായി നീളുന്നു പള്ളിപ്പുറമ്പോക്ക് നീണ്ടു നിവർന്ന് പുല്ലിംഗം പോൽ. പാതിരാ ഗന്ധർവനാപ്പീസ്. അതാണ് പള്ളിപ്പുറം ആപ്പീസ്. കഥ പറച്ചിൽ കവിത, അങ്ങനത്തെ കവിതയുടെ ഏറ്റവും മനോഹരമായ ഏറ്റവും സൗന്ദര്യാത്മകത ഭാഷയിലും നരേഷനിലും കൊണ്ടുവന്നിട്ടുള്ള ഒരു കവിയാണ്. മാത്രമല്ല അത് പാശ്ചാത്യ ആഖ്യാന കവിതകളുടെ മാതൃകകളേ അല്ല ഇടശ്ശേരി പിന്തുടർന്നിട്ടുള്ളത്. ഇടശ്ശേരിയുടെ ഏറ്റവും വലിയ സവിശേഷത അതാണ്. ഒരുപക്ഷെ ആ കാലഘട്ടത്തിൽ കുഞ്ഞിരാമനാർക്ക് ഇടശ്ശേരിക്കും ഉണ്ടായിരുന്ന ഒരു വലിയ വ്യത്യാസം പാശ്ചാത്യ മാതൃകകൾ തീരെ ഇല്ലെന്ന് പറയാൻ പറ്റില്ല, കുറവായിരുന്നു. അതിൽ ഇടശ്ശേരിയുടെ ആഖ്യാന കവിതകൾക്ക് അത് തീരെയില്ല. അപ്പം നമുക്ക് മലയാളത്തിൽ എഴുതുന്ന ഒരാൾക്ക് പാശ്ചാത്യ സ്വാധീനം നമുക്ക് കൊളോണിയൽ രാജ്യങ്ങളിൽ വ്യാപകമായിട്ടുള്ളതാണ്, മോശമൊന്നുമല്ല, നല്ലതുമാണത്. അത്തരം സ്വാധീനങ്ങളിൽ നിന്ന് മാറിയിട്ട് കുറെ കൂടെ ഒരു നാടത്തം ഇൻകോട്ട്സ് അങ്ങനെ ഒരു നാടത്തം കോമൺ ആയിട്ടുണ്ടെന്നൊക്കെ ചോദിച്ചാൽ വലിയ ചർച്ച വിഷയമാണ്. എങ്കിലും നമുക്ക് ലഭ്യമായ ഒരു നാടത്തം എടശ്ശേരിയുടെ കവിതയാണ്. അത് എടശ്ശേരി തരുന്ന വേറൊരു ഗുണം പറഞ്ഞാൽ എടശ്ശേരി ഒരുപക്ഷെ മറ്റ് പല കവികളെ അപേക്ഷിച്ചിട്ട് ഈ വളരെ ഡൗൺ ടു എർത്തായിട്ടുള്ള കാർഷിക ജീവിതത്തിൻ്റെ പദങ്ങളിൽ കൂടെയാണ് ഈ നാരേറ്റീവ് എല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരുപക്ഷെ വലിയ സവർണ ഹൈന്ദവ ആചാരങ്ങളുടെയൊക്കെ പശ്ചാത്തലം നമ്മുടെ കവിതകളുടെ ഒരു ഡിക്ഷനിൽ എപ്പോഴും കടന്നു എടശ്ശേരിയിലും ഉണ്ട്, അതില്ലെന്ന് ഞാൻ പറയാം. പക്ഷേ എടശ്ശേരി അതിനെ കുറേ കൂടെ ഒരു ട്രൈബൽ സ്വഭാവമുള്ള ഒന്നാക്കി മാറ്റിയിട്ടുണ്ട്. ഇപ്പം ചൊകപ്പുടുത്തു പൊള്ളിയരഞ്ഞാണിട്ടരുത് കുതിരഭൂവിൽ നൃത്തമാടി ആടി ഇങ്ങനെയുള്ള ഒരു നാടോടിത്തമുണ്ട്, ഒരു വെളിച്ചപ്പാട് തുള്ളുന്നതിൻ്റെ ഒരു നാടോടിത്തമുണ്ട്. അതായത് വലിയ ക്ഷേത്രങ്ങളിൽ നിന്നും ചെറിയ കാവുകളിലേക്ക് അദ്ദേഹം കവിത ഇറക്കിക്കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഒരു വ്യത്യസ്തമായ ഈ പറഞ്ഞ ഇന്നത്തെ കാലത്ത് അപകടകരമാകാൻ സാധ്യതയുള്ള ഒരു സവർണ ഹിന്ദുത്വവാദക്കാർക്ക് മോഷ്ടിക്കാൻ ഹൈജാക്ക് ചെയ്യാൻ പറ്റാത്ത തരം ഒരു കേരളീയത എടശ്ശേരിയിലുണ്ട്. മാത്രമല്ല എടശ്ശേരി ആയിരിക്കണം തെക്കൻ മലബാറിലെ മാപ്പിളമാരുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ മനോഹരമായിട്ട് കവിതയിലേക്ക് കൊണ്ടുവന്നതാണ്. അപ്പം അങ്ങനത്തെ എല്ലാം കൊണ്ടും നമുക്ക് ലഭ്യമായതിൽ വെച്ച് ഏറ്റവും കൂടുതൽ നാരേറ്റീവ് പോയട്രിയുടെ ഒരു വക്താവ് എന്നുണ്ടെങ്കിൽ മലയാളത്തിൽ ഏത് കവിക്കും എടശ്ശേരി അനുഭവിച്ചുകൊണ്ടേ ഒരു ആഖ്യാന കവിത എഴുതാൻ പറ്റുള്ളൂ. ഞാൻ പ്രത്യേകിച്ച് എൻ്റെ തലമുറയിൽ ആഖ്യാന കവിത ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ള ആളെന്നുള്ള നിലയ്ക്ക് എനിക്ക് എടശ്ശേരിയോട് തീർത്താത്തീരത്തെ കടപ്പാടുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. മാത്രമല്ല എടശ്ശേരിയെ സ്വപ്നം കണ്ടു പോകും നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ. ഇത് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അങ്ങനെയാണ്. ഇപ്പം മൂന്നാമത്തെ തവണയാണ് വന്ന് അവിടുത്തെ അപ്പോൾ അതെനിക്ക് ചില കവിതകൾ എഴുതുന്ന സമയങ്ങളിലും അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എടശ്ശേരിയുടെ ഒരു പിന്തുണ ഉണ്ടല്ലോ എന്നുള്ളത്. നമുക്ക് ആവർത്തനം, ഇപ്പോൾ 7 കൊല്ലം നോമ്പെടുത്തു ഞാനവനെ പെറ്റു, പിന്നെ 7 കൊല്ലം നോമ്പെടുത്തു ഞാനവനെ പിന്നെ 7 കൊല്ലം അവൻ പയറ്റി കയ്യാലിനാണ് വാളാലിനാണ്. അങ്ങനെ ഒരേ ആവർത്തനം എടുത്തന്നെ ഒരു കാലത്ത് ഒരു കുഞ്ഞുണ്ടായി, അവൻ വലുതായി, അവൻ വലിയ വാരിയറായി, അവൻ പയറ്റുന്നിടം വരെയുള്ളത് 6 വരി ആവർത്തനങ്ങൾ കൊണ്ടാണ്, ലൂപ്പാണ്. വരികൾ ലൂപ്പ് ചെയ്തിട്ട് നാരേറ്റീവ് ഉണ്ടാക്കുക. അതൊക്കെ നമ്മുടേതായ ഒരു പാരമ്പര്യം, നമ്മുടേതായ ഒരു വൃത്തത്തിൻ്റെ, നമ്മുടേതായ താളത്തിൻ്റെ തന്നെ അതൊക്കെ എന്നെ എനിക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അതാണ് കടപ്പാടാണ്. സ്വാധീനിച്ചതിനേക്കാളും കൂടുതൽ ഉപകാരപ്പെട്ടെന്ന് തന്നെ പറയാം. അതാണ് എൻ്റെ തലക പോരെ.
Firstly, I just had this one thing. You were speaking so openly and vividly about the Palestine issue, or probably the political narratives regarding the whole thing surrounding it. Today, as in, as any self-aware or politically aware person with their own viewpoint or ideology that they think about, I think, especially amidst this whole ongoing war, any artist who writes about it probably gets shadow banned or probably gets censored. So as an artist, as a poet, where do you think that fine line exists for you between the artistic freedom and probably this whole thing about policing and everything? So how do you see that as your perspective? ഞാനത് പച്ചയ്ക്ക് പറഞ്ഞില്ലെങ്കിലും അത് ഏകദേശം അതിൻ്റെ വിളിമ്പിൽ നിന്നാണ് ഞാൻ സംസാരിച്ചതുപോലെ. എനിക്ക് വ്യക്തിപരമായിട്ടൊന്നും എനിക്ക് ആരും പേടിയൊന്നുമില്ല കേട്ടോ. പക്ഷേ നമ്മൾ എഴുത്തുകാരും ആർട്ടിസ്റ്റുകളും ഒക്കെ അനുഭവിക്കാൻ തുടങ്ങുന്നതായിട്ടുള്ള ഒരു പുതിയ ലോകമുണ്ട്. ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. അത് എക്സ്പ്രഷൻ, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, നോട്ട് ഓൺലി ദ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, വി ആർ ഗോയിങ് ടു ജയിൽ, വി ആർ ഗെറ്റിംഗ് റെഡി ടു, യങ് ജനറേഷൻ ഷുഡ് ബി റെഡി ഫോർ ടേക്കിംഗ് ദാറ്റ് കൈൻഡ് ഓഫ് റിസ്ക്സ്. നമ്മൾ ഇപ്പം സൗത്ത് ആഫ്രിക്കനിൽ പിന്നെ അപ്പാർത്തൈഡിൻ്റെ കാലത്തൊക്കെ കഴിഞ്ഞാൽ എഴുത്തുകാർ നിങ്ങൾക്കറിയുമോ മുഴുവൻ സെക്സ് ട്രാഫിക്കിനാണ് ശിക്ഷിക്കുന്ന കോടതി. ഈ വൈറ്റ്സിൻ്റെ ഗവൺമെൻറ് കാലത്ത്, ക്ലാർക്കിൻ്റെ ഗവൺമെൻറ് കാലത്ത് ശിക്ഷിക്കുന്ന കേസ് മുഴുവനും സെക്സ് ട്രാഫിക്കിന്, ആണിനെ പെണ്ണിനെയും, അല്ലാതെ പൊളിറ്റിക്കൽ കേസല്ല. അങ്ങനെ അതുപോലെ നിങ്ങളെ ഫ്രെയിം ചെയ്ത കേസുകളെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ പ്രശ്നമൊന്നുമില്ല. ബാങ്ക് റോബറിക്ക് പിടിച്ചുകൊണ്ട് പോയവരുണ്ട്. ഇതെല്ലാം രാഷ്ട്രീയമായിട്ടാണ്. അപ്പം നമുക്ക് ഈ 10-25 കൊല്ലമായിട്ട് ഡെമോക്രസി അനുഭവിക്കുന്നത് നമുക്കൊന്നും അറിഞ്ഞുകൂടാ, നേരിട്ട് അറിഞ്ഞുകൂടാ. ഡെമോക്രസിക്ക് എന്തെല്ലാം പറഞ്ഞാലും അതിൻ്റെ ഒരുപാട് വിവേചനങ്ങളുണ്ട്. ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് പോലത്തെ പ്രദേശങ്ങളോടുള്ള വിവേചനമുണ്ട്, ഗോത്ര ജനതയുള്ള വിവേചനമുണ്ട്, ദളിതരോടുള്ള വിവേചനമുണ്ട്, മുസ്ലിങ്ങൾ മൈനോറിറ്റി ആയിരിക്കുന്നതിന് ഇതൊക്കെ ഉണ്ടായിരിക്കെ തന്നെയും ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ദയർ ആൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് വെരി പവർഫുൾ. അത് മാറി തുടങ്ങി, ഓൾമോസ്റ്റ് മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് ഞാനിത് എഴുത്തുകാരുടെ മാത്രം പ്രശ്നമായിട്ടൊന്നും ഇപ്പോൾ കാണുന്നില്ല കേട്ടോ. ആ ഘട്ടമെല്ലാം കഴിഞ്ഞു. ആസ് എ പേഴ്സൺ, ആസ് എ സിറ്റിസൺ, ആസ് എ മെമ്പർ ഓഫ് ദ സിവിൽ സൊസൈറ്റി ഐ എം ഫേസിങ് ഇറ്റ്. പിന്നെ ഞാൻ പലസ്തീനിൽ ഞാൻ ഈ മഹ്മൂദ് ദർവിഷ് എന്ന കവി നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ്. ഞാനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അത് വായിച്ചിട്ടുള്ള എത്രയുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ ഒരു ബ്ലോഗുണ്ട്, ആ ബ്ലോഗിലാണ് ഞാൻ ആദ്യം എഴുതിയിട്ടുള്ളത്. അത് പിന്നീട് മുഹമ്മദ് ദർവിഷ് എൻ്റെ 2ാം ചരമവാർഷികത്തിന് ഏതൊരു ജേണലിൽ പബ്ലിഷ് ചെയ്ത് വന്നിട്ടുണ്ട്. വേറെയും ഒരു ആർട്ടിക്കിൾ മുഹമ്മദ് ദർവിഷിൻ്റെ ഒരു ടോക്കിനെ കുറിച്ച്, മുഹമ്മദ് ദർവിഷ് എക്സൈൽ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ച് അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗത്തെ ബേസ് ചെയ്തിട്ടൊരു ആർട്ടിക്കിൾ വേറെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ എഴുതാൻ കാരണമായിട്ടുള്ള ഒരു പലസ്തീനിയൻ കൂട്ടുകാരിയുണ്ട് എനിക്ക്. അവളുമായിട്ട് ഞങ്ങൾ ഒന്നിച്ച് ഒരു 6 മാസത്തോളം ഒന്നിച്ച് ഒരു സ്ഥലത്തുണ്ടായിരുന്നു. അവളുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പീരിയൻസുകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇനി എനിക്ക് ദർവിഷിൻ്റെ എക്സൈൽ എന്ന ലേഖനം എടുത്ത് പബ്ലിഷ് വന്നിട്ടില്ലാത്ത ലേഖനം, അത് മലയാളത്തിൽ, അത് ഈ പറയുന്ന ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടു, ഇവിടെ തന്നെ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി തന്നെ ആരോ ചോദിച്ചു എന്ന് കേട്ടു. എനിക്കതൊന്നും പറയാൻ മടിയില്ല. ഏതോ ഡിപ്പാർട്ട്മെൻറ്റിലെ അധ്യാപകർ ചോദിച്ച ചോദ്യമാണ്. ഈ ഇസ്രയേൽ ഭയങ്കര ഫ്ലറിഷ്ഡ് ആയിട്ടുള്ളൊരു സ്ഥലമല്ലേ, അവർക്ക് പിന്നെ അവർ പെട്ടെന്ന് പുരോഗമിച്ചു, അവർക്ക് ടെക്നോളജിയിൽ ഒരു വലിയ മുമ്പിലായി, ഭരണകൂടം ഭയങ്കര പവർഫുള്ളായി, പൈസയുണ്ട് അവർക്ക്, ഇൻ്റർനാഷണൽ ട്രേഡിൽ അവരുണ്ട്. പലസ്തീനികൾക്കും അങ്ങനെ ആയിക്കൂടെ എന്ന്? എങ്ങനെയുണ്ട് പലസ്തീനിക്ക്? സിമ്പിൾ. ഇത് ഈ വിഷയം എന്ന് പറഞ്ഞാൽ സംബന്ധിച്ച് ശരിയല്ലേ? ഒരേ ഭൂമിയിൽ അപ്പുറം താമസിക്കുന്നവരല്ലേ? മറ്റവർക്കും അങ്ങനെ ആയി. അയലത്തുകാരൻ അവൻ നോക്കി അവൻ്റെ മക്കളൊക്കെ പോയി ഗൾഫിലൊക്കെ പോയി കാശൊക്കെ ഉണ്ടാക്കി, നിൻ്റെ മക്കൾക്ക് എന്ത് പറ്റി എന്ന് ചോദിക്കുന്ന അത്ര ആ ലോജിക്കാണ് ഇതിൻ്റെ അകത്തുള്ള, ഇതിൻ്റെ നാട്ടുമ്പുറ ലോജിക്കാണ്. ഇത് ഇവിടുത്തെ ഏതൊരു അധ്യാപകർ ചോദിച്ചതാണ് ഞാൻ കേട്ടത് കേട്ടോ. ഇവിടുത്തെ ഒരു അധ്യാപകരിൽ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. അതുകൊണ്ട് അത്ര ഓതൻറ്റിസിറ്റി ആ പറഞ്ഞതിനുണ്ട്. അപ്പോൾ പറഞ്ഞെന്താണ്, മറിച്ച് എക്സൈൽ എന്നുള്ള വിഷയം, ഈ ഇവർ സ്വന്തം നാട്ടിൽ എക്സൈലാണെന്നുള്ളതായിട്ട് വെറുതെ സ്വന്തം നാട്ടിൽ എക്സൈൽ എന്ന് കവികളുടെ ഭാഷ പറഞ്ഞാൽ പോരാ. മണ്ണെണ്ണ വാങ്ങിക്കണമെങ്കിൽ പെർമിഷൻ വേണം. തൊട്ടപ്പുറത്ത് കിടക്കുന്ന, നമുക്കിവിടെ നിന്ന് ചെന്നൈക്ക് പോകണമെന്നുണ്ടെങ്കിൽ പിന്നെ രാവിലെ ട്രെയിനിൽ കയറി ഫ്ലൈറ്റിൽ കയറിയാൽ മതി, അല്ലെങ്കിൽ വണ്ടി ഓടിച്ച് പോവാം. അവിടെ അതിൻ്റെ അത്ര ഡിസ്റ്റൻസ് ഇല്ല കെയ്റോയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ ചെന്ന് വാളിൽ പിന്നെ ഗേറ്റ് എന്നൊരു സ്ഥലമുണ്ട്. ഗേറ്റ് ഒരു മെറ്റഫറാണ്, പലസ്തീനിയൻ ജീവിതത്തിൽ മുഴുവൻ വലിയൊരു മെറ്റഫറാണ്. നമ്മൾ പറയുന്ന അർത്ഥമല്ല ഗേറ്റിന്, പലസ്തീൻ അറബിക്ക്. ഗേറ്റിൽ നിന്ന് പെർമിഷൻ, ഇങ്ങനെ അനേകം കടമ്പകൾ കിടക്കണം. അല്ലാതെ ഇപ്പോൾ ഫ്യൂവലിൽ തീർന്നതും ആഹാരം തീർന്നതും കഴിഞ്ഞ ആഴ്ചയല്ല. കഴിഞ്ഞ ആഴ്ച അവിടെ ഒന്നുമില്ലാതായി, ആൾ ചത്ത്. അപ്പം ശവപ്പറമ്പിൽ എന്തിനാണ് ആഹാരം എന്നുള്ള ലോജിക്കാണ് അതിൻ്റെ അകത്ത് ഇനി അടുത്ത വരാൻ പോകുന്നത്. പക്ഷെ അതിന് മുമ്പും ഇതെല്ലാം അവിടെ ഉണ്ട്, ഈ പ്രശ്നങ്ങൾ മുഴുവൻ അവിടെ ഉണ്ട്. അങ്ങനെ ഒരു ജനതയാണ് ഇവിടെ താമസിക്കുന്നത്. അതിനെക്കുറിച്ചാണ് എക്സൈൽ എന്ന് പറഞ്ഞ ദർവിഷിൻ്റെ ആർട്ടിക്കിൾ. അത് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കണം, പബ്ലിഷ് എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അതുപോലത്തെ അനേകം മെറ്റീരിയലുകൾ നിങ്ങൾ എഴുത്തുകാർക്ക് ചെയ്യാവുന്ന ലിറ്റററി സാഹിത്യമൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് ട്രാൻസ്ലേറ്റ്
ശരിയാ ഞാനത് കയറി പിടിച്ചിട്ടത്. ഈ നിങ്ങൾ അത്തരം ആർട്ടിക്കിളുകൾ, അത്തരം ലിറ്ററേച്ചർ, അവരുടെ സഫറിങ്ങായിട്ട് ബന്ധപ്പെട്ട വർക്കുകൾ ഇത് മലയാളത്തിൽ പബ്ലിഷ് ചെയ്യണം. ഈ ഈ ഈ കോട്ടയത്തും മധ്യ ഒക്കെ ഉള്ള ഇസ്രയേലി അനുകൂലികളൊക്കെ വായിപ്പിക്കണം. ഈ ജോലിയാണ് കോട്ടയം യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ നമ്മളേക്ക് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് എൻ്റെ അഭിപ്രായം. ഡിഡ് ഐ ആൻസർ യു? ഓൾമോസ്റ്റ്. ബാധിച്ചിട്ടില്ല. കാരണം ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത് കവിത എഴുതുന്ന ആളുകൾ സിനിമാ ഗാനങ്ങൾ എഴുതുമ്പോൾ പല ആളുകളും പരാജയപ്പെട്ടു പോകുന്നുണ്ട്. പക്ഷേ നിങ്ങൾ വലിയ വിജയമാണ് കേരളത്തിൽ ആ കാര്യത്തിൽ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ. അപ്പം അതുപോലെ തന്നെ എനിക്ക് തോന്നിയ ഒരു സാധനം, മലയാള സിനിമാ ഗാനങ്ങളിൽ ഈ കവിതയുടെ സ്വാധീനം വീണ്ടും വന്നു തുടങ്ങുന്ന പോലെ ഫീൽ ചെയ്യും നിങ്ങളുടെ ഒരു ജനറേഷനകത്ത്. അപ്പോൾ ഈ രണ്ട് വിഷയത്തെക്കുറിച്ചൊന്ന് ഒരു കൗതുകത്തിന് പുറത്ത് ചോദിച്ചാൽ ഒന്ന് സംസാരിക്കാം. അത് കഴിയുന്നത്ര ലളിതമായി ഞാൻ ഈ സിനിമാക്കാരുടെ ഇൻ്റർവ്യൂകളിൽ ഇത് പറയാറുണ്ട്. ഈ വിഷയം അവർക്ക് സിനിമാക്കാരുടെ ഇൻ്റർവ്യൂകളിൽ എപ്പോഴും നമ്മൾ വളരെ ലളിതമായിട്ട് ഇത് പറയാൻ പറ്റുള്ളൂ. അവർക്ക് അതാണ് വേണ്ടത്. അപ്പം അത്ര ലളിതമല്ലാതെ നിങ്ങളിത് പറയാൻ വേണമെങ്കിൽ ചുരുക്കി പറയാം. ഇത് കവിതയും പാട്ടും നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ രണ്ട് ജോണർ തന്നെയാണ്. തീർച്ചയായിട്ടും രണ്ട് ജോണർ തന്നെയാണ്. സ്റ്റിൽ അതിന് ഇപ്പം തമിഴും മലയാളവും രണ്ട് ഭാഷയാണെങ്കിൽ പോലും നമ്മൾ കോമൺ ആയിട്ട് കടന്നു വന്നിട്ട് നമ്മുടെ ഭാഷാ വികാസ ചരിത്രത്തിൽ നമുക്ക് ചില കോമൺ ഗ്രൗണ്ടുകൾ ഉണ്ടായിരുന്നു അല്ലേ? പഴന്തമിഴെന്ന് പറയുന്നത് നമ്മുടെ കോമൺ ആയ ഒരു സ്ഥലത്തു നിന്നാണ്, ആദിദ്രാവിഡത്തിൽ നിന്ന് എന്ന് പറയുന്നത് പോലെ ഈ പാട്ടിന് കവിതയുമായിട്ട് പ്രാചീനമായിട്ടുള്ള ബന്ധം എന്തായാലും ഉണ്ട്. കാര്യം കവിത തന്നെ ഉണ്ടായിട്ടുള്ള പാട്ടിൻ്റെ ഘടനയ്ക്ക് പാട്ട് മട്ടിലാണ്. ഇപ്പം മനുഷ്യർ ചൊല്ലിപ്പാടി ചൊല്ലിൻ്റെ സ്വഭാവമുണ്ട് കവിതയ്ക്ക് എപ്പോഴും. ഇഡിയോമാറ്റിക്സ് നോട്ട് സാധാരണ ഡിസ്കോഴ്സിലുള്ള മലയാളമല്ല, ഭാഷയല്ല അത്. അത് കുറച്ച് സ്റ്റൈലൈസ്ഡ് ആയ ഒരു ലിംഗ്വിസ്റ്റിക് ഡിസ്കോഴ്സ് എന്ന നിലയ്ക്ക് സ്റ്റൈലൈസ്ഡ് ലിംഗ്വിസ്റ്റിക് സ്ട്രക്ചർ എവിടെ നിന്ന് കിട്ടുന്നതാണ്? പാട്ടിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. നേരം പോയി പൂക്കെയ്ത മറപറ്റി കുന്നങ്കോഴി കുളക്കോഴി, ഈ ഒരു സ്ട്രക്ചറിൽ നിന്നാണ് അത് വരുന്നത്. അല്ലെങ്കിൽ മുണ്ടകം കൊയ്യുമ്പോൾ എവിടെ ഇരിക്കും, മറ്റേതിൻ്റെ മുകളിലിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ വഴി നമ്മൾ പാട്ടും കവിതയും തമ്മിൽ ബന്ധപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു കവിയായിരിക്കെ നിങ്ങൾ പാട്ടുമായുള്ള ജൈവബന്ധം, പൊക്കിൾക്കൊടി ബന്ധം നിങ്ങൾക്ക് ഉണ്ടെന്നുള്ള അണ്ടർസ്റ്റുഡാണ് അത്. പക്ഷെ എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് എഴുതണം പറ്റണമെന്നൊന്നുമില്ല പുതിയ തരം പാട്ട്. പക്ഷെ പാട്ട് നിങ്ങളുടെ ഏതൊരു കവിയുടെയും ഉള്ളിൽ ഈവൻ മീറ്റർ ഒട്ടും ഉപയോഗിക്കാത്ത കവികളുണ്ട്, മീറ്റർ ഉപയോഗിക്കാൻ അറിഞ്ഞുകൂടാത്ത നല്ല കവികളുണ്ട്. അത് അവർ കുഞ്ഞിൽ ശീലിച്ചില്ല. ചില നമ്മൾ എനിക്ക് നീന്താൻ അറിഞ്ഞുള്ളൂ, നീന്തിയിട്ടില്ലാത്തതുകൊണ്ടാണ്. ഇന്ന് പഠിച്ചിരുന്ന നീന്തായിരുന്നു, അത്രയേ ഉള്ളൂ എന്ന് പറയുന്ന പോലെയുള്ളൂ. അപ്പം മലയാളത്തിലെ വളരെ ഗംഭീരമായിട്ടുള്ള കവിയാണ് ടി പി രാജീവൻ. രാജീവൻ വൃത്തം എഴുതിയാൽ ശരിയാവുകയില്ലായിരുന്നു. രാജീവൻ വൃത്തം ചെറുപ്പത്തിലെ കട്ട് ചെയ്ത ഒരാളാണ്. പക്ഷെ രാജീവൻ്റെ ഉള്ളിൽ നാടോടിത്വം ഭയങ്കര സ്ട്രോങ്ലി ഉണ്ട്. ആന്തരികമായൊരു താളത്തിൻ്റെ വന്യമായൊരു ദ്രാവിഡ താളം ഉണ്ട് അയാളുടെ ഗദ്യത്തിന് പോലും. അത് പാട്ടിൽ നിന്ന് കിട്ടിയത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ രാജീവൻ ഒരു മനോഹരമായ പാട്ട് എഴുതിയിട്ടുണ്ട്. അത് രാജീവൻ ഒരിക്കലും കവിത എഴുതിയാൽ മീറ്റർ ശരിയാവാത്ത രാജീവൻ, അല്ലെങ്കിൽ താളം ശരിയാവാത്ത രാജീവൻ അറിയാത്ത ഭാഷയിൽ അറിയാത്ത ഭാഷയിൽ എത്ര മധുരമായി പാടുന്നത് ഒരു ക്ലോസ് കൂടെ ഉണ്ട്. അറിയാത്ത ഭാഷയിൽ അറിയാത്ത രാഗത്തിൽ നിന്നിട്ടാണ് എത്ര മധുരമായി പാടുന്നു എന്നൊരു ഗസൽ എഴുതിയിട്ടുണ്ട്. അത് നിസ നന്നായിട്ട് അത് പാടും. അപ്പം ഈ ജൈവബന്ധം അവിടെ കിടക്കും. പിന്നെ ചിലരിത് ശീലിക്കാത്ത, കവിതയിൽ തന്നെ മീറ്റർ രാജീവന് വഴങ്ങാത്തതുപോലെ ചില കവികൾക്ക് പുതിയ തരം പാട്ടെടുത്ത് വഴങ്ങാതെ പോയിട്ടുണ്ട്. ബാലേന്ദ്രൻ എപ്പോഴും പറയാറ്, ബാലേന്ദ്രൻ എൻ്റെ അടുത്ത് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, അത് കവിത ചെയ്യാന്നുള്ള സ്ട്രക്ചർ വരില്ല, വേറൊരു സ്ട്രക്ചർ വരും എൻ്റെ കയ്യിൽ. അതെൻ്റെ ഒരു ഒറിജിനൽ സ്റ്റാമ്പായിട്ട് മാറ്റാൻ എനിക്ക് പറ്റിയാൽ ഞാൻ വിജയിച്ചു. ഇതാണ് സംഭവം. ഈ വ്യത്യാസവും എന്നെ ബാധിച്ചിട്ടുണ്ട്. അതൊക്കെ ചേർന്നിട്ട് ഞാൻ കവിത എഴുതിയപ്പോഴും എൻ്റെ മീറ്ററിൻ്റെ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ സ്ക്രിപ്റ്റുകളൊക്കെ പറയുന്നതനുസരിച്ച് അതേ വ്യത്യാസം പാട്ട് എഴുതുമ്പോൾ വരാൻ തുടങ്ങി. ഞാൻ ഒട്ടും ആലോചിച്ചിട്ട് ചെയ്തതല്ല. പിന്നെ എനിക്ക് ഈ മതചിഹ്നങ്ങളുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ എനിക്ക് അറിഞ്ഞൂടെ, എൻ്റെ ഉള്ളിൽ നിന്ന് വരില്ല. അതുകൊണ്ട് എൻ്റെ പാട്ടുകൾ പലപ്പോഴും റിലീജിയസ് കൊണോട്ടേഷൻ അല്ലെങ്കിൽ ക്ഷേത്രകേന്ദ്രീകൃതമായ കേരളീയതയുടേതായ അംശങ്ങൾ. കാര്യം നമ്മുടെ കവിതയെക്കാളും കൂടി പാട്ടുകളിലാണ്. മറ്റേ എന്ത് വന്നാലും അമ്പലം ചുറ്റുന്നതെന്ന് വരുവേ എൻ്റെ അടുത്ത്. അങ്ങനത്തെ ഒരു ഘടന എനിക്ക് വരില്ല. അതെ, ഇറനെടുത്തുകൊണ്ട് അമ്പലം ചുറ്റുന്ന നിലാവാണേ. അല്ല, നല്ല വരികയാണ്, ഗംഭീരം വരികയാണ് കാവ. വെൺമുകിലാണ്, മേഘമാണ്, ശരിയാണ്.
എൺമുകിലേതാണ് നിലവല്ല. അപ്പോൾ അങ്ങനെയുള്ള ചില അഡ്വാൻറ്റേജുകൾ എൻ്റെ പാട്ടിനെ നിങ്ങൾ പറയുന്നുള്ള സക്സസ്ഫുൾ ആക്കിയതായി ഉള്ളൊരു ധാരണ ഉണ്ടാകുന്നത് അങ്ങനെയാണ്. എന്തായാലും പ്രയാസമല്ല, എനിക്കൊന്ന് അഡ്വാൻറ്റേജ് തന്നെയാണ്. ഈ നമ്മൾ മീറ്റർ, പ്രത്യേകിച്ചും സാൻസ്ക്രിറ്റ് മീറ്റർ പാട്ട് ഇപ്പോൾ ട്യൂണിനനുസരിച്ചാണ് ഞങ്ങളൊക്കെ പാട്ട് എഴുതുന്നത് കൂടുതലും. അത് ഞാൻ സംസ്കൃത വർണ്ണവൃത്തം എഴുതി ശീലിക്കുന്നവർക്ക് എളുപ്പമായത് പറ്റും. കാരണം വർണ്ണവൃത്തത്തിൻ്റെ പ്രത്യേകത ഓരോ വർണ്ണവും പാലിക്കണം കൃത്യമായിട്ട്. താളം വെച്ച് പറ്റും, താളം വെച്ചായാലും തെറ്റിപ്പോകാൻ സാധ്യത കൂടുതലാണ് വർണ്ണവൃത്തം ചെയ്യുമ്പോൾ. തെറ്റാതെ വർണ്ണവൃത്തം എഴുതുന്ന ശീലം ഉള്ള ഒരാൾക്ക് ഏത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റോക്കും റാപ്പും ഇടാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു തോന്നൽ. പക്ഷേ കവികൾക്ക് എല്ലാവർക്കും ഇത് വഴങ്ങാത്തതിന് പ്രത്യേകിച്ച് ന്യായമൊന്നുമില്ല, ഒരു തരം സ്വഭാവവിശേഷം എന്ന് മാത്രമേ പറയാൻ പറ്റൂ.